പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനിയെന്ന് സ്വയം ഭാവിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക. അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയരുത്. ദൈവത്തിൽ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ കർത്താവിനെ സേവിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. കാരണം ഈ ബുദ്ധി നൽകിയത് കർത്താവാണെങ്കിലും പലപ്പോഴും പിശാച് അതിനെ ഹൈജാക്ക് ചെയ്യാനായിട്ട് അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. പെട്ടെന്നുള്ള ധനസമ്പാദന മാർഗങ്ങളും എത്തിക്കലല്ലാത്ത, സത്യസന്ധതയില്ലാത്ത പരിപാടികളും ഒക്കെയായിട്ട് ദൈവമിങ്ങനെ, പിശാചിങ്ങനെ കറങ്ങി നടക്കുകയാണ്, എങ്ങനെ മനുഷ്യനെ വീഴ്ത്താം. അതുപോലെ തന്നെ പറയുന്നു, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ച് തരും. പിന്നെ പറയുന്നു, ജ്ഞാനിയെന്ന് സ്വയം ഭാവിക്കരുത്. ഈ ജ്ഞാനിയാണെന്ന് സ്വയം ഭാവിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ ബുദ്ധിയെ മാത്രം ആശ്രയിക്കാൻ തുടങ്ങുന്നത്. എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നത് ശരി, ഞാൻ എന്തൊക്കെയോ ആണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കും. മിക്കവാറും പരാജയമാകും ഫലം. എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനിയെന്ന് സ്വയം ഭാവിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്ന് മാറുക. അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ പല രോഗികളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ പല പല കാര്യങ്ങൾ പറയുമെങ്കിലും ഈ രോഗാവസ്ഥ, ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ആ സമയത്ത്, അത് വന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ വലിയ പിരിമുറുക്കങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു മൂല കാരണം. അപ്പോൾ ദൈവം നമുക്ക് ഈ ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുന്നു. യു കൺസൾട്ട് വിത്ത് മീ. നീ നിന്റെ ബുദ്ധിയിൽ ആശ്രയിക്കേണ്ട. നിന്റെ ബുദ്ധിയെ ഞാൻ തന്നതാണ്, നിന്നെ ഞാൻ സൃഷ്ടിച്ചതാണ്. യു റിപ്പോർട്ട് ടു മീ, യു സീക്ക് മൈ ഗൈഡൻസ്. എനിക്ക് നിന്നെക്കുറിച്ച് പദ്ധതികളുണ്ട്. നീ എന്നോട് നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ, നീ എന്നോട് ആരായി? ഞാൻ നിന്നെ നയിക്കാം, ഐശ്വര്യത്തിൻ്റെ പാതയിലൂടെ ഞാൻ നിന്നെ നയിക്കാം എന്ന് കർത്താവ് ഈ വചനങ്ങളിലൂടെ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.
ഇന്നൊരു ഒരു കോയിൻസിഡൻസ്, അതായത് ഇന്ന് ലഞ്ച് വേറൊരു രാജ്യത്തുള്ള ഒരാളുടെ കൂടെയാണ് ലഞ്ച് കഴിച്ചത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു, ഈ നിങ്ങളെപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, നിങ്ങളെപ്പോഴും വളരെ പ്രസന്നനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ അവർക്ക് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ദിവസം 7 മണിക്കൂർ നിന്ന് സംസാരിക്കണം. ഇടയ്ക്കൊക്കെ തല ഇറങ്ങണ പോലെയൊക്കെ തോന്നും. ഇടയ്ക്ക് വൈകുന്നേരം ആകുമ്പോൾ കാലിനൊക്കെ ഭയങ്കര ചില ദിവസങ്ങളിൽ വേദനയൊക്കെ ഉണ്ടാവും. പക്ഷെ അവൻ പറയുന്നത്, എൻ്റെ മുഖത്ത് ഇതൊന്നും റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, എൻ്റെ മുഖം സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അവനതിൻ്റെ സീക്രട്ട് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഈയിടെയായിട്ട് ഞാനിങ്ങനെ ഈ വലിയ വലിയ പദ്ധതികളൊന്നും ഞാൻ ഇടാറില്ല. പക്ഷെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ദൈവത്തിനോട് പറയും, അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, എൻ്റെ കരം ഗ്രസിച്ച് അങ്ങ് എന്നെ വഴി നടത്തണമേ. ബിക്കോസ് ഞാൻ ഒന്നുമല്ല. ഇത്രയും നാളും വലിയ വലിയ പദ്ധതികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത്രയല്ലേ നമ്മൾ നേടിയിട്ടുള്ളൂ. ഈ മനുഷ്യർ മുഴുവൻ പദ്ധതികൾ സ്വന്തം ബുദ്ധി കൊണ്ടുണ്ടാക്കിയ പദ്ധതികളിട്ട് നെട്ടോട്ടമോടുകയല്ലേ. ഇവരൊക്കെ നമ്മൾ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി എന്ത് നേടി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു പുല്ല് പോലെ ഒരു ദിവസം കരിഞ്ഞ് അവിടെ പോവും, അവരവിടെ ഇല്ല. പക്ഷെ അത്രയും നാൾ അവർ ജീവിച്ചോ, മനസ്സമാധാനത്തോടെ ജീവിച്ചോ? ഇല്ല. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, ഈ പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. ഇപ്പം എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും പ്ലാൻ ചെയ്യണം, പിന്നെ അതനുസരിച്ച് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, ഈ പ്ലാൻ അനുസരിച്ചാണോ കാര്യങ്ങൾ പോകുന്നത്, അതിനകത്തൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ ആക്ട് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ ഈ ലോകത്തിലെ ബിസിനസ് ലീഡേഴ്സും മോട്ടിവേഷണൽ സ്പീക്കേഴ്സും എല്ലാം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. ഞാനും പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്, പൈസയ്ക്ക് വേണ്ടി. പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് പ്ലാൻ, ഡു, ചെക്ക് തന്നെ വേണം, ഇല്ലേ? ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അത് വേണം. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിടരുത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല ഒരു മാർഗം, കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. പ്രേ. ദൈവമേ, അങ്ങയുടെ പദ്ധതികൾ എന്നെക്കുറിച്ചുള്ള പദ്ധതികൾ എനിക്ക് വെളിപ്പെടുത്തണമേ, എൻ്റെ കരം ഗ്രസിച്ച് അങ്ങയുടെ പാതയിലൂടെ എന്നെ നയിക്കണമേ. ആ ഒരു പ്ലാൻ, നമ്മുടെ ജീവിതം പ്ലാൻ ചെയ്യുന്നതിന് പകരം പ്രാർത്ഥിച്ച് അത് കർത്താവിനെ ഏൽപ്പിച്ച്, അങ്ങ് എന്ത് വിളമ്പിയാലും ഞാൻ ഭക്ഷിച്ചു കൊള്ളാം, കാരണം എനിക്ക് അങ്ങ് നല്ലതേ വിളമ്പൂ എന്ന് എനിക്കൊരു ബോധ്യം ഉണ്ട്. ഈ ഒരു 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 തുറവിക്കായി, ഈ ഒരു വെളിപാടിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അതേസമയം കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ദാനങ്ങളെക്കുറിച്ച് അഹങ്കരിക്കാതിരിക്കാം. അവ കർത്താവിൻ്റെ പദ്ധതികൾ ഈ ലോകത്ത് നടപ്പാക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള ദാനങ്ങളാണ്. ആ ഒരു എളിമയോടെ, അഹംഭവിക്കാതെ, കൂടുതൽ കൂടുതൽ എളിമയോടെ, സ്വന്തം ബുദ്ധിയിൽ മാത്രം ആശ്രയിക്കാതെ, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ഐശ്വര്യത്തോടെയും ഒക്കെ നമുക്ക് ദൈവത്തോടൊത്ത് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു മനുഷ്യൻ്റെയും മുമ്പിൽ മുട്ടുമടക്കേണ്ട, ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം മുട്ടുമടക്കിക്കൊണ്ട്, ഈ ലോകത്തിൽ ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് മുട്ടുമടക്കേണ്ട. നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാം. അപ്രകാരം ചെയ്താൽ ദൈവത്തിൻ്റെ മറ്റുള്ള സൃഷ്ടികളുടെ മുമ്പിൽ നമ്മൾ അടിമവേല ചെയ്യേണ്ടി വരികയില്ല. ആരെയും പ്രീതിപ്പെടുത്താൻ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ദൈവസേവ, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യൽ, ക്രിസ്തുവിൻ്റെ മനോഭാവങ്ങൾ നമ്മിൽ
പകർത്തി അതനുസരിച്ച് ക്രിസ്തു പറയുന്നത് പോലെ പ്രവർത്തിക്കുവാൻ, ക്രിസ്തു നയിക്കുന്നത് പോലെ ജീവിക്കുവാൻ ഉള്ള കൃപ സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.